വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചാനൽ പരിചയപ്പെടാം. ഒരു ചെറിയൊരു ചാനലാണ്. സോ നിങ്ങളെ സപ്പോർട്ട് കിട്ടിയാൽ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ റിവ്യൂ ആണ് അധികം ചാനൽ നടക്കുന്നത്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആയിട്ട് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങിത്തുടങ്ങിയ വർഷം തന്നെ തിരിച്ചടികളുടെ കാലത്തേക്ക് അകന്നു പോവാൻ തുടങ്ങിയ സാന്റിയാഗോ ബെർണബ്യൂയുടെ പടയാളികൾ വിമർശനങ്ങളും കുത്തിനോവിക്കലും നേരിട്ട് റൊണാൾഡോ ഇല്ലാതെ ഈ ടീം എവിടെയും എത്തില്ല എന്ന് പറയുന്ന ആരാധകരും 2019 UCL പ്രീ ക്വാർട്ടറിൽ അജാക്സിന് മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ പോരാട്ട വീര്യത്തിന്റെ കണക്ക് പറയുന്ന പുസ്തകത്താളകങ്ങൾ അടച്ചുപൂട്ടി വച്ചിരിക്കുന്നു. ഗെയ്ത്താൻ വാക്കുകളില്ലാതെ സാന്റിയാഗോ ബെർണബ്യൂയുടെ തട്ടകത്ത് അലഞ്ഞു നടക്കുന്ന പോരാളികൾ, ആർക്കു മുന്നിലും തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഏതൊരു റയൽ ആരാധകനും ചവറ്റുകുട്ടിയിലേക്ക് എറിയപ്പെട്ട ആ വാക്ക് ഹാലാ മാഡ്രിഡ്. ഫുട്ബോൾ ലോകം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളുടെ കാലഘട്ടം. എന്നാൽ നഷ്ടപ്പെട്ടവന്റെ അനുഭൂതിയിലിരിക്കാതെ തലയുയർത്താൻ അവർക്കും ഒരു അവസരം. അതെ, അവിടെയാണ് ഒരു സിനിമാ കഥയിലെ നായകനെ പോലെ അവൻ പ്രത്യക്ഷപ്പെടുന്നത്. കോടികൾ കൊടുത്തുകൊണ്ട് പുതിയ താരങ്ങളെ തന്റെ തട്ടകത്തിലെത്തിക്കാൻ പല ക്ലബ്ബുകളും ശ്രമിക്കുമ്പോൾ മാഡ്രിഡ് തിരിഞ്ഞത് മറ്റൊരു വശത്തേക്കായിരുന്നു. അതെ, താരങ്ങൾക്കു പകരം ഒരു തന്ത്രശാലിയെ. ഏതൊരു എതിരാളിയും ഭയക്കുന്ന ആ മൊട്ടത്തലയിലുള്ള തന്ത്രങ്ങളാൽ അയാൾ വീണ്ടും സ്പെയിനിൽ വന്ന് വിമാനമിറങ്ങുന്നു. അതെ, ദ മാസ്റ്റർ ബ്രെയിൻ സിനദിൻ സിദാൻ. തല ഉയർത്താൻ പറ്റാത്ത റയൽ മാഡ്രിഡിന് മരണം വരെ പോരാട്ട വീര്യം കുറക്കരുതെന്ന അയാളുടെ ശൈലി ആ 11 പേർക്കും അയാൾ പകർന്നു നൽകി. അതെ, പറന്നിറങ്ങിയ വെള്ളക്കൊടികൾക്ക് ഊർജം നൽകാൻ ഇയാൾ തന്നെ ധാരാളം. 2016 കാലഘട്ടത്ത് യൂറോപ്പിന്റെ വാചകമുദ്ര ഹാലാ മാഡ്രിഡ് എന്ന് വാഴ്ത്തപ്പെട്ടത് 1-ാം അധ്യായം. വന്നിറങ്ങിയ നേതാവ് ഏതെല്ലാം നാവുകൾ കൊണ്ട് കൈയില്ല എന്ന് പറഞ്ഞോ അതേ നാവുകൾ കൊണ്ട് രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. 2020 ലാലിഗ സീസണിൽ ശക്തരായ ബാർസലോണയെയും അത്ലറ്റിക്കോ മാഡ്രിഡിനൊക്കെ പരാജയപ്പെടുത്തി അവസാന 12 കളികളിലും തോൽവി അറിയാതെ വിജയത്തിന്റെ ആഹ്വാനത്തിലേക്ക് ഉയരുമ്പോൾ അവർക്ക് ഒരേ ഒരു പേരെ വെളിപ്പെടുത്താനുണ്ടായിരുന്നുള്ളൂ. അതാണ് ദ മാസ്റ്റർ ബ്രെയിൻ സിനദിൻ സിദാൻ. പക്ഷെ ഒരുപാട് കോച്ചുമാരെ നമ്മൾ ഫുട്ബോളിൽ കണ്ടിട്ടുണ്ടാവും. ഒന്നെങ്കിൽ കളിക്കുക, അതല്ലെങ്കിൽ കളി പഠിപ്പിക്കുക. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു സിനദിൻ സിദാൻ. പഠിപ്പിക്കാൻ മാത്രമല്ല, കളിക്കളത്തിൽ അസുര നൃത്തമാടാനും അയാൾക്കറിയാം. അതെ, വിധിക്കു മുന്നിലും മുട്ടുമടക്കാത്ത പോരാട്ട വീര്യമുള്ള ഒരാളാണ് സിനദിൻ സിദാൻ. 100 കാലഘട്ടത്തിലെ ഫ്രാൻസിന്റെയും റയൽ മാഡ്രിഡിന്റെയും ആരാധകരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഈ മുതലിനെ പറ്റി രോമം എണീറ്റ് നിൽക്കുന്ന ഓരോ മത്സരത്തിന്റെ ഗതി മാറ്റിമറിച്ച ഓരോ നിമിഷങ്ങളും ഇങ്ങനെ പറഞ്ഞാണ്ട് തരും. ദേ, നിങ്ങളെനിക്ക് സിദാനെയും ഒരു 10 തടിമരങ്ങളെയും തരൂ, നിങ്ങൾക്ക് UCL ചാമ്പ്യൻഷിപ്പ് ഞാനങ്ങ് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മാനേജറായി അറിയപ്പെടുന്ന സർ അലക്സ് ഫെർഗൂസന്റെ വാക്ക്. ഈ ഒരു വാക്ക് തന്നെ മനസ്സിലാകും ഇയാൾ എത്രമാത്രം ഫുട്ബോൾ കളിക്കളത്തിൽ ഒരു അഗ്നിയായിരുന്നെന്ന്. വംശീയവരി തലക്ക് പിടിച്ചവർക്ക് അവനൊരു ഇരയായി മാറിക്കഴിഞ്ഞിരുന്നില്ല, മറിച്ച് അയാളെന്നും അവർക്കൊരു ശത്രുവായിരുന്നു. ിനെ മറികടക്കാൻ ഫുട്ബോൾ എന്ന മാന്ത്രികയോടെ അയാളെന്നും കൂറുപുലർത്തി. ഓർമ്മ വരുന്നത് 1998 ആ വേൾഡ് കപ്പാണ്. സ്വന്തം രാജ്യത്തൊരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇത് ഞങ്ങളുടെ രാജ്യക്കാരല്ല, ഇത് കുടിയേറ്റക്കാരും ഏതോ മുസ്ലിങ്ങളുമുള്ള ഒരു ഫ്രാൻസ് ആണെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുകയായിരുന്നു. ഇത് രാജ്യദ്രോഹികളുടെ ടീമാണെന്ന് അവർ മുദ്രകുത്തി. സിനദിൻ സിദാൻ എന്ന 10-ാം നമ്പറിന്റെ കീഴിൽ ബൈ സ്റ്റെപ്പായി ഓരോ വമ്പൻ ടീമുകളെയും പരാജയപ്പെടുത്തി ഫൈനലിന്റെ നെറുകയിൽ ഉയരുമ്പോൾ പല ആരാധകരും അവരുടെ ആ നിലപാടിനെ മാറ്റി എഴുതാൻ തുടങ്ങി. ഫൈനലിൽ അതിശക്തരായ ബ്രസീലിനെ 2 ഗോളിന് പിറകിലാക്കിയപ്പോൾ ഈ വംശീയവരി തലക്ക് പിടിച്ചവർ തന്നെ ഈ രാജ്യദ്രോഹികൾ എന്ന് പറയപ്പെട്ട ഈ കുടിയേറ്റക്കാരൻ എന്ന് പറഞ്ഞ ആ സിനദിൻ സിദാന്റെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അതാണ് സിദാൻ. എതിരെ നിൽക്കുന്ന ഏതൊരു ആരാധകനെയും നെറ്റി ചുളിപ്പിക്കുന്ന പോലത്തെ കളിക്കാരനായിരുന്നു സിദാൻ. ആ പാസിങ്ങും ആ ഡ്രിബ്ലിങ്ങും ഏതൊരു ഡിഫൻസിനെയും മറികടക്കാനുള്ള ആ ശക്തിയും എതിരാളി പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള കളിയായിരുന്നു സിദാന്റേത്. ആ വേൾഡ് കപ്പും കൊണ്ട് ഫ്രാൻസിന്റെ ടീം അവരുടെ രാജ്യത്തേക്ക് വന്നപ്പോ ഇതാണ് ഞങ്ങളുടെ നായകരെന്ന് വിളിച്ചു പറയുന്ന ഒരു ജനത ഉണ്ടായിരുന്നത്രേ. അതാണ് സിനദിൻ സിദാൻ. ഇത് വെറും ഒരു മുതൽ അധ്യായം. കഥ ഇനിമേ അത് ആരംഭിക്ക പോവാതെ.
8 വർഷത്തിനിപ്പുറം വേൾഡ് കപ്പിന്റെ അലയൊലികൾ തുടങ്ങിക്കഴിഞ്ഞു. 2006 ലോകകപ്പിൽ ഫുട്ബോൾ വിദഗ്ധർ പോയിട്ട് ബെറ്റിംഗ് കമ്പനികൾ വരെ വിജയപട്ടികയിൽ നിന്നും ഫ്രാൻസിനെ എടുത്തു കളഞ്ഞു. ടീമിനകത്തും പുറത്തുമായി യുദ്ധങ്ങൾ നടക്കുന്നു. അവസാനം അവർക്കയാളെ വിളിക്കേണ്ടി വന്നു. 2004 യൂറോ കപ്പിന് ശേഷം റിട്ടയർ ചെയ്ത ആ 34 വയസ്സുകാരൻ, അയാളുടെ പേരാണ് സിനദിൻ സിദാൻ. സ്പെയിനെയും പോർച്ചുഗലിനെയും ബ്രസീലിനെയും എന്നിങ്ങനെ എന്തിനു തന്നെ പറയണം, വമ്പരെ അരിഞ്ഞു കളഞ്ഞ സിദാനും ടീമും പറഞ്ഞു കാണിച്ചു കൊടുത്തു ഫ്രാൻസിന്. ഇതാണ് ഫുട്ബോൾ, അഥവാ കാലുകൊണ്ട് മാത്രമല്ല തലച്ചോറ് കൊണ്ടും കളിക്കാം ഇതെന്ന് സൈനുദ്ദീൻ സിദാൻ നയിക്കുന്ന ആ ഫ്രാൻസ് ഫുട്ബോൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ആ രാത്രികൾ. ഫൈനലിൽ മാർക്കോ മെറ്റരസിയെ വീഴ്ത്തിയ ആ ഹെഡ് പോലും എത്രയോ സുന്ദരമായിരുന്നു. പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ഇറ്റലിയെ മറികടക്കാൻ ഫ്രാൻസിനായില്ലല്ലോ എന്ന് പറയുന്നവർക്ക് തെറ്റി. ഫൈനൽ വരെ ആ ഫ്രാൻസിന്റെ ആ ടീം എത്തണം എന്നുണ്ടെങ്കിൽ സിനദിൻ സിദാൻ എന്ന് പറയുന്ന മാസ്റ്റർ ബ്രെയിന്റെ തലയാണ് അവിടെ പ്രവർത്തിച്ചത്. ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരങ്ങൾ ഒട്ടനവധി തവണ ആ ഷോക്കേസിൽ എത്താൻ കാരണം അയാളുടെ ഈ മനക്കരുത്താണ്. എല്ലാം അടങ്ങിയ ഈ പ്ലേ മേക്കർ 2006 ഫുട്ബോളിൽ നിന്നും പടിയിറങ്ങുന്നു. അതെ, ഫ്രാൻസിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും ആ ജെയ്സി അയച്ചു വെച്ച് ബൂട്ടുകളുടെ കെട്ടുമയിച്ച് അയാളും പുറത്തോട്ട് നീങ്ങി. അലയൊലികൾ അസ്തമയമില്ലാതെ ഇന്നും അയാൾ സാന്റിയാഗോ ബെർണബിയുടെ അധിപനായി മിന്നുന്നു. ദ പ്രൊഫസർ ഓഫ് റിയൽ മാഡ്രിഡ്, സിനദിൻ സിദാൻ. Guti flicks it through Zidane! It's a good ball, it's not a bad ball at all. Here's Zinadin Zidane!